LDF സ്ഥാനാർത്ഥി എം സ്വരാജാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. വലിയ ആവേശത്തിലാണ് നിലമ്പൂർ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? നിങ്ങൾ പറഞ്ഞതുപോലെ ആവേശനിർഭരമായ സ്വീകരണങ്ങളാണ് ആദ്യ നാൾ മുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിലും പോത്തുകല്ല്, വഴിക്കടവ്, മൂത്തേടം ഗ്രാമപഞ്ചായത്തുകളിലുള്ള പര്യടന പരിപാടികൾ പൂർത്തിയാക്കി എല്ലായിടത്തും വലിയൊരു മാറ്റം പ്രകടമാണ്. ഒരു പരിധിവരെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസനവും എല്ലാം തുടരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ പിന്തുണ, ഐക്യദാർഢ്യം, പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരാവേശം, പങ്കാളിത്തം എല്ലാം എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാനാവും. എം സ്വരാജ് സ്ഥാനാർത്ഥിയായപ്പോൾ അതിനു മുൻപ് രാഷ്ട്രീയം പറയുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. പക്ഷേ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മലപ്പുറം ജില്ലയൊക്കെയാണ് ചർച്ചയാകുന്നത്. അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല ഏത് തെരഞ്ഞെടുപ്പിലും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു നാടിൻ്റെ വികസന സാധ്യത, പുതിയ വികസന പദ്ധതികൾ, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മാതൃകകൾ സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമായി മാറുക. പക്ഷേ നമ്മളെ എതിർക്കുന്നവർ അത്തരത്തിലുള്ള നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറി വിദ്വേഷത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും അവരുടെ ഐക്യം തകർക്കാനുള്ള നീക്കങ്ങളുമൊക്കെയാണ് നടക്കുന്നത്. എനിക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവായി ജനാധിപത്യത്തിൻ്റെ മനോഹരമായ സംവാദ ഭൂമികയിലേക്ക് ഇറങ്ങി വരണം. നിങ്ങൾ ഈ വിദ്വേഷം വമിക്കുന്ന പ്രസ്താവനകളും ജനങ്ങളുടെ ഐക്യം തകർക്കുന്ന, ജനങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്ന, സ്പർദ്ധ വളർത്തുന്ന, വർഗീയമായ ചേരിതിരിവിനിടയാക്കുന്ന കുത്തിത്തിരിപ്പുകളും അവസാനിപ്പിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, തയ്യാറാക്കിക്കൊണ്ടുവന്ന വിഷം തൽക്കാലം മാറ്റിവെക്കണം. ജനാധിപത്യത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാവണം. സാവധാനത്തിലാണെങ്കിലും മനുഷ്യരാവാൻ തയ്യാറാവുക എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ഈ പിണറായിസത്തിനെതിരായ മത്സരമെന്ന് അൻവർ പറയുന്നു. പക്ഷേ അൻവർ ഒരു തരത്തിലും പ്രചരണത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ രാവിലെയൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ അൻവർ പറയുന്നത് 2 ദിവസം, അവസാന ദിവസങ്ങളിൽ മാത്രമേ ശക്തമായ പ്രചരണത്തിലുള്ളൂ, സാമ്പത്തിക പരാധീനതയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്വരാജ് പല സ്ഥലത്തും കവിതകൾ പറയുകയാണ്, പ്രണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അടിസ്ഥാന വിഷയങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പര്യടന പരിപാടികളിൽ എവിടെ പോയാലും സംസാരിക്കുന്നത് കേരളത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചും അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് പറയുന്നത്. പവർ കട്ട് ഇല്ലാതായതിനെക്കുറിച്ചും ഇനി ഒരിക്കലും പവർ കട്ട് വരാതിരിക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ലൈഫിൽ വീടുകൾ കൊടുത്തതിനെക്കുറിച്ചും ഇനി കൊടുക്കാൻ സാധിക്കേണ്ടതിനെക്കുറിച്ചുമാണ്. അതുപോലെ ആശുപത്രികളിലും പള്ളിക്കൂടങ്ങളിലും വന്ന വികസനം, മാറ്റം, അത് തുടരേണ്ട ആവശ്യകത, പുതിയ പാതകൾ, വന്യജീവി ശല്യം, അതിനെതിരായിട്ടുള്ള നിലപാട്, നിയമം, ഇതൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം എന്തോ എവിടെയോ കേട്ടതായിരിക്കും. ചിലപ്പോൾ ഇന്നലെ പഠിച്ച കോളേജിൽ പോയിരുന്നു. ആ ലൈബ്രറിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യത്തോട് പ്രതികരിച്ചപ്പോൾ ചിലപ്പോൾ അത് മാത്രമായിരിക്കും അദ്ദേഹം കേട്ടിട്ടുണ്ടാവുക. അദ്ദേഹം വേറൊന്നും കൊണ്ട് പറഞ്ഞതാവില്ല. അദ്ദേഹം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തോ പ്രതികരിച്ചെന്നേ ഉള്ളൂ. ഞാനതിനൊന്നും മറുപടി പറയാറില്ല. ഒറ്റ കാര്യം കൂടി, അതായത് തൃപ്പൂണിത്തറയിൽ മത്സരിച്ച ഒരു അനുഭവമായിരിക്കില്ല നിലമ്പൂർ. സ്വന്തം നാടാണ്, ഒപ്പം പഠിച്ചവരുണ്ട്, പഠിപ്പിച്ച ആളുകളെയൊക്കെ കാണുന്നു. എങ്ങനെയാണ് ആ ഒരു അനുഭവം? അല്ല, രണ്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. രണ്ട് തെരഞ്ഞെടുപ്പാണ്. പിന്നെ തൃപ്പൂണിത്തുറയിലും അങ്ങനെ മോശം നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യമായി കേരള നിയമസഭയിലേക്ക് എന്നെ അയച്ച നാടാണ് തൃപ്പൂണിത്തുറ. അതും 1/4 നൂറ്റാണ്ടിന് ശേഷം ഒരു ഇടതുപക്ഷ വിജയം ഉണ്ടായത്. അപ്പോൾ അത് മറ്റൊരു അനുഭവമാണ്. ഇത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ജന്മനാടാണ്. അത് തന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്. പോത്തുകല്ല്, ഈ എടക്കര, ഈ പാലയമാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇവിടുന്ന് കുറച്ച് പോയാൽ പാലയമാടാണ്. ആ സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ശങ്കരംകുളത്തായിരുന്നു ഞാൻ പഠിച്ചത്. ഈ കരുനച്ചിക്കപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ ഉപ്പട, മലച്ചി, ആ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ദീർഘനാൾ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂരിലാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് ചുങ്കത്ര കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യക്തിപരമായി അറിയുന്നവരും സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ പലരെയും ഈ പര്യടന പരിപാടികളുടെ ഇടയിൽ കാണാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഗംഭീരമാകട്ടെ. സ്വരാജിൻ്റെ സ്വീകരണ പരിപാടിയിൽ നിന്നും ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്.